ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഒരു 2-3 ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഞാനിത് വാങ്ങിച്ച് വെച്ച് സൂക്ഷിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് മയക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഒറ്റ ദിവസം കൊണ്ട് മയക്കി എടുക്കുന്നതല്ല, കുറച്ച് സമയമെടുത്ത് പരമ്പരാഗത രീതിയിൽ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഒറ്റ ദിവസം കൊണ്ട് മയക്കിയെടുക്കുന്ന രീതി ഞാൻ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി 2-3 സ്റ്റെപ്പുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ചട്ടി മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു ബക്കറ്റോ ബേസിനോ എടുക്കുക. ഞാനിവിടെ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നിറച്ചും സാദാ വെള്ളം, നമ്മുടെ തണുത്ത വെള്ളം കേട്ടോ, അത് നിറച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മൺചട്ടികൾ ഓരോന്നും ഇതിലേക്ക് താഴ്ത്തി വയ്ക്കുക. അപ്പോൾ ഈ 3 ചട്ടിയും ഞാൻ ഒരു ബക്കറ്റ് തന്നെയാണ് താഴ്ത്തി വെക്കുന്നത് കേട്ടോ. അതിനുള്ള സ്പേസ് അതിലുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ചട്ടി ഞാൻ ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നിറച്ച് ഞാൻ പൈപ്പ് തുറന്നിട്ട് വെള്ളം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചട്ടിയുണ്ടോ അത് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ഉള്ള ചട്ടി ഇറക്കിയിട്ട് നിറയെ വെള്ളം പിടിച്ച് 24 മണിക്കൂർ നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിരിക്കണം കേട്ടോ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൽ നിന്ന് എടുക്കാവൂ. കാരണം ഇതിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങൾ വഴി വെള്ളം നന്നായിട്ട് ഇത് ഒബ്സർവ് ചെയ്യും. അപ്പോൾ ചട്ടി നല്ല ഈട് നിൽക്കും. അതുകൊണ്ടാണ് ആദ്യം ഈ ഘട്ടം ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് 24 മണിക്കൂർ വെച്ചിരിക്കാം. ഇത് വെള്ളം ഇങ്ങനെ നിറച്ച് കഴിയുമ്പോൾ ഇതുപോലെ പല ഭാഗത്തും ഇതുപോലെ കുമിളകൾ എടുക്കുന്നത് കാണാം. ഇത് വെള്ളം വലിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴും ഇതുപോലെ കുമിളകൾ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ രാവിലെ 8 മണിക്ക് ചെയ്തതിന് ശേഷം പിന്നെ പിറ്റേന്ന് 8 മണിക്കാണ് ഈ വെള്ളം എടുത്ത് കളയുന്നത് കേട്ടോ. 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ചട്ടിയിൽ നിന്നും സുഷിരങ്ങൾ വഴി വെള്ളം ഒബ്സർവ് ചെയ്യുന്നത് കാണാം. പല രീതിയിലും ചട്ടി മയക്കുന്ന രീതിയുണ്ട്. പക്ഷേ ഇതുപോലെ ചട്ടി മയക്കിയെടുത്താൽ എത്ര കാലം വേണമെങ്കിലും ഈട് നിൽക്കും കേട്ടോ. നമ്മുടെ മൺചട്ടികൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നതല്ലല്ലോ, വർഷത്തിൽ 1-2 പ്രാവശ്യം വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ ഇത്തിരി സമയമെടുത്ത് നമ്മൾ ഇതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ മയക്കിയെടുത്താൽ ആ ചട്ടി കൂടുതൽ കാലം ഈട് നിൽക്കുകയും ചെയ്യും. നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ അത് ഉടയാതെയൊക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളം പെർഫെക്റ്റ് ആണ്. ഒരു കുമിളകളും എടുക്കുന്നില്ല. നന്നായിട്ട് ചട്ടി വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ബാസ്ക്കറ്റിൽ നിന്നും ഓരോന്നും എടുത്തു മാറ്റാം. അപ്പോൾ ഞാൻ 3 ചട്ടിയും ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് നിന്ന് ഉരച്ച് കഴുകുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കരുത്. നമുക്ക് ചകിരി ഉപയോഗിക്കാം. ഇതുപോലെ കടകളിൽ നിന്ന് കിട്ടുന്ന സ്പോഞ്ച് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ ചകിരിയും സ്പോഞ്ചൊക്കെ വെച്ച് കഴുകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഡിറ്റർജൻറ്റോ ലിക്വിഡ് വാഷോ പിന്നെ സോപ്പോ ഒന്നും വെച്ച് ചട്ടികളൊന്നും കഴുകരുത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഇതിൽ കൂടി നമ്മുടെ സോപ്പ് പതയൊക്കെ ഇറങ്ങിച്ചെല്ലാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ലയിച്ച് ചേരും. അതുകൊണ്ടാണ് ലിക്വിഡ് വാഷോ ഡിറ്റർജൻറ്റോ സോപ്പോ ഒന്നും മൺചട്ടിയിൽ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാരം ഉപയോഗിക്കാം, അല്ലെങ്കിൽ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് രണ്ടും മാത്രം വെച്ച് ചട്ടി കഴുകിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഉണങ്ങിപ്പിടിച്ച അഴുക്കുകളൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അത് കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കല്ലുപ്പ് വെച്ച് ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. പണ്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ ചട്ടി മയക്കുന്നത് കഞ്ഞിവെള്ളം 3-4 ദിവസം ഇതുപോലെ വെച്ച് പുളിപ്പിച്ച് കളഞ്ഞിട്ട് അത് മയക്കിയെടുക്കുക. പിന്നെ ഈ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉമിയൊക്കെ വെച്ച് വറുത്ത് ഉമിക്കരിയാക്കി എടുത്ത് ചട്ടി മയക്കുക. അങ്ങനെ പല തരത്തിലുള്ള മയക്കുന്ന രീതിയുമുണ്ട്. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് മയക്കുന്ന രീതിയുമുണ്ട്. അത് എനിക്കത്ര പെർഫെക്റ്റായിട്ട് തോന്നിച്ചിട്ടില്ല. ഞാനും അതുപോലെ ചെയ്തിട്ടുണ്ട്.
ഇതുപോലെ മയക്കിയെടുക്കുന്ന രീതിയിൽ അതത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഇത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഞാൻ 3 ചട്ടിയും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 3 ചട്ടിയും ഞാൻ സ്പോഞ്ച് വെച്ച് തന്നെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടമെന്ന് പറയുന്നത് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടി മൊത്തവും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അന്ന് വെച്ച കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുക. ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ അത് അന്ന് വടിച്ച അരിയുടെ കഞ്ഞിവെള്ളം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 3 ദിവസം ചെയ്യണം കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലെ എടുത്ത് കളഞ്ഞിട്ട് അന്ന് വേവിക്കുന്ന കഞ്ഞിവെള്ളം വീണ്ടും ഒഴിച്ച് വയ്ക്കുക. അത് പിറ്റേന്ന് വീണ്ടും എടുത്ത് കളയുക. പിന്നെ അന്നത്തെ ദിവസമുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് എടുക്കുക. അങ്ങനെ ഇത് 3-ാമത്തെ ദിവസം വരെ ഇതിങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം മൊത്തം ഞാൻ ചട്ടികളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്ഥലത്തേക്ക് സൂക്ഷിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളം മൊത്തവും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ദിവസമായി കേട്ടോ. ഞാനിത് പിറ്റേന്ന് രാവിലെ എടുത്ത് കളയുകയാണ്. അപ്പോൾ ഈ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമുക്കിത് ചെടിയിലൊക്കെ ഉപയോഗിക്കാം. നല്ലൊരു വളമാണ് കേട്ടോ. പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ കറിവേപ്പിലയുടെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ കറിവേപ്പില നല്ല തഴച്ച് വളരുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ കഞ്ഞിവെള്ളം കളയേണ്ട, ഇത് ചെടിയുടെ മൂട്ടിലും കറിവേപ്പിലയുടെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് 2-ാമത്തെ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്ത് കളഞ്ഞിട്ടുള്ളത് കേട്ടോ. 2 ദിവസം ഇതുപോലെ ചെയ്തു. ഇത് 3-ാമത്തെ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. ഇനി ഇത് നമുക്ക് വിറകടുപ്പിൽ കൊണ്ടുവച്ച് ഞാനിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുവേ. അപ്പോൾ ഇത് ഓരോ ചട്ടിയും നമുക്ക് വിറകടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തീ എരിച്ച് കൊടുക്കുക. അതിലിരുന്ന് കരി പുരണ്ട് നന്നായിട്ട് ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് പകുതിയായി വറ്റി വരണം. അതുവരെ കഞ്ഞിവെള്ളം ഒഴിച്ച ചട്ടി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വിറക് വെച്ച് എരിച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ കത്തിച്ച വിറകടുപ്പിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇതൊരു അരമണിക്കൂറോളം നമുക്ക് നല്ല തീയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തിളച്ച് വറ്റിക്കൊള്ളും. അപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ഏകദേശം നന്നായിട്ട് തിളച്ച് വറ്റാറായിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. നമ്മുടെ ചട്ടിയുടെ മൂട്ടിലൊക്കെ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് അടുത്ത ചട്ടിയും ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ 3 ചട്ടിയിലെ വെള്ളവും നമുക്ക് ഇതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ചട്ടി നന്നായിട്ട് പകുതിയിൽ കൂടുതൽ മയങ്ങി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ചട്ടിയിലെ കഞ്ഞിവെള്ളവും ഞാൻ വിറകടുപ്പിൽ വെച്ച് വറ്റിച്ച് പകുതിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ തിളപ്പിച്ച കഞ്ഞിവെള്ളം നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് എടുത്ത് കളയരുത്. ചൂടാറി അതിന് ശേഷം മാത്രം മാറ്റി കൊടുക്കുക. അപ്പോൾ 3 ചട്ടിയിലെ വെള്ളവും ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. മൂടൊക്കെ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. വീണ്ടും നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ഇതിലേക്ക് ലിക്വിഡ് വാഷോ ഡിറ്റർജൻറ്റോ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. പിന്നെ സ്റ്റീൽ സ്ക്രബ്ബറും ഒന്നും ഉപയോഗിക്കരുത്. നമ്മുടെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന സ്പോഞ്ച് ഐറ്റത്തിലുള്ള സ്ക്രബ്ബർ മാത്രം ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കഞ്ഞിയുടെ പാടയൊക്കെ പോകണമെങ്കിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് ഒന്ന് ഉരച്ച് കഴുകാം. അല്ലെങ്കിൽ ചാരം ഉപയോഗിച്ചും ഉരച്ച് കഴുകാം. പിന്നെ അല്ലാതെ കടലമാവ് ഉപയോഗിക്കാം, ഗോതമ്പ് മാവ് ഉപയോഗിക്കാം. ഞാനിവിടെ കടലമാവ് ഇല്ലാത്തതുകൊണ്ട് ഗോതമ്പ് മാവാണ് ഉപയോഗിച്ച് ഇത് കഴുകാൻ പോകുന്നത്. ഇനി കുറച്ച് ഗോതമ്പ് മാവ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ കട്ടി കുറഞ്ഞ ചെറിയ പരുക്കൻ സ്ക്രബ്ബറില്ലേ, അത് ഇട്ട് ഞാൻ നന്നായിട്ട് ഉരച്ച് കഴുകി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പറ്റിപ്പിടിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ പാടൊക്കെ പോയി കിട്ടും. നന്നായിട്ട് വിളപ്പിച്ച ഇത് കഞ്ഞിവെള്ളത്തിൻ്റെ പാടൊക്കെ നന്നായിട്ട് പോകത്തക്ക വിധത്തിൽ നന്നായിട്ട് ഉരച്ച് കഴുകി കൊടുക്കുക. ഇങ്ങനെ 3 ചട്ടികളും നമുക്കിതുപോലെ തന്നെ ഗോതമ്പ് മാവ് ഉപയോഗിച്ച് കഴുകിയെടുക്കാവേ.
അപ്പോൾ നന്നായിട്ട് ഉരച്ച് കഴിയാലേ ആ കഞ്ഞിവെള്ളത്തിൻ്റെ പാടൊക്കെ പോവുകയുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് കരിയും പോകണമെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ കാലം കറിച്ചട്ടി ഈട് നിൽക്കാനാണ് കേട്ടോ. എൻ്റെ 10-12 കൊല്ലത്തെ കറിച്ചട്ടികളും ഇതുപോലെ ചെയ്തത് കാരണം ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും ഈട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പല കറികളും കൂടെ വെക്കാറുണ്ട്. കഴിവതും മൺചട്ടികൾ നമ്മൾ വിറകടുപ്പിൽ തന്നെ വെച്ച് പാചകം ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ ചെറിയ തീയിൽ നമ്മളിട്ട് പാചകം ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. ഗ്യാസ് അടുപ്പിലൊക്കെ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ പാചകം ചെയ്താൽ പെട്ടെന്ന് മൺചട്ടിയുടെ മൂടൊക്കെ ഒന്ന് വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും അടുപ്പിൽ വെച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഇതാ കഴുകിയെടുത്തപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ പാടും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴുകുകയാണ് കേട്ടോ. നമ്മൾ ഇത്രയും സാഹസപ്പെട്ട് ഈ മൺചട്ടിയിലൊക്കെ മയക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ പുതിയ ചട്ടിയിൽ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ ആ മണ്ണിൻ്റെ ഗന്ധവും ഒരു മണവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇത്തിരി സമയമെടുത്ത് തന്നെ മയക്കി എടുക്കുന്നത്. പിന്നെ നമ്മൾ ചട്ടി മയക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കറി വയ്ക്കുമ്പോൾ ഇത്തിരി എണ്ണയൊക്കെ ഉപയോഗിച്ചുള്ള കറികൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എണ്ണ ഒഴിച്ചുള്ള ഈ ഉള്ളിത്തീയലോ പിന്നെ വറുത്തരച്ചുള്ള മീൻ കറിയൊക്കെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ എണ്ണ നന്നായിട്ട് ഈ ചട്ടി നന്നായിട്ട് പിടിച്ചെടുക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ ചട്ടി നന്നായിട്ട് കരിയൊക്കെ പോയിട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചട്ടിയും നമുക്ക് കഴുകിയെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ചട്ടി നന്നായിട്ട് 3/4 ഭാഗത്തോളം മയങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചട്ടി നമുക്ക് കഴുകിയെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ചട്ടി ഒരു 75% മയങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല മിനുസമായി കിട്ടിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പോലെ ആയിട്ടുണ്ട്. നല്ല മിനുസമായിട്ടുണ്ട്. ബാക്കി ചട്ടി നമുക്കിതുപോലെ തന്നെ ഒന്ന് മാവിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകാൻ കേട്ടോ. ഇപ്പോൾ 3 ചട്ടിയും നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഉണക്ക തുണി വെച്ച് ഇതൊന്ന് ഈ ഈർപ്പം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 ചട്ടിയും നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. കരി ഒട്ടും തന്നെ ഇല്ല കേട്ടോ, എല്ലാം ഇളകി പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് 2 ചട്ടികളും ഒന്ന് തുടച്ചെടുക്കാം. ഈ പരന്ന ചട്ടി നമുക്ക് ഇത്തിരി വണ്ണത്തിലുള്ള ഉരട്ടി പിന്നെ പത്തിരിയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ 3 ചട്ടികൾ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം. അത് ചട്ടി നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഒരു തുണി വെച്ചോ കൈ വെച്ചോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തൂത്ത് കൊടുക്കുക. ഇത് ഞാൻ വൈകുന്നേരം 6 മണിക്കാണ് ചെയ്യുന്നത്. പിറ്റേന്ന് വരെ ഞാൻ ഇതുപോലെ വെച്ചിരിക്കും. അപ്പോൾ എല്ലാ ചട്ടികളിലും അകവും പുറവും നന്നായിട്ട് തേച്ച് എടുക്കുക. മറ്റു 2 ചട്ടികളിലും ഇതുപോലെ എണ്ണ തൂത്ത് കൊടുക്കാം. അപ്പോൾ 3 ചട്ടികളിലും ഞാൻ എണ്ണ തൂത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഓവർനൈറ്റ് വെച്ചിരിക്കാമേ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമ്മുടെ എണ്ണ തൂത്ത ചട്ടിയാണ് കേട്ടോ. നന്നായിട്ട് എണ്ണ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടം ചെയ്യാം.
അകവും പുറവും ഒക്കെ നന്നായിട്ട് എണ്ണ പിടിച്ചിട്ടുണ്ട്. ചട്ടി നല്ല മിനുസം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഘട്ടം തേങ്ങ ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അത് ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങ ഇടാൻ ഇത്തിരി പ്രയാസമാണെന്നുണ്ടെങ്കിൽ തേങ്ങ നമ്മുടെ മീൻകറിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിൻ്റെ പാലെടുക്കില്ലേ, അതിന് ശേഷം അതിൻ്റെ കൊത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താലും മതി. കൊത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് അതിലും എണ്ണയുടെ അംശം കാണും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതിനകത്ത് 3 ചട്ടിയും ഒത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 3 അടുപ്പിലായിട്ട് വെച്ചിട്ടുണ്ട്. 3 പിടി തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാറി മാറി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മയങ്ങി കിട്ടുക. ഇതാണ് ലാസ്റ്റ് ഘട്ടം. അപ്പോൾ ഇതാ 3 ചട്ടികളിലും ഞാൻ ഒരേ പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് 3 ചട്ടിയിലും മാറി മാറി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ വറുത്തെടുത്ത തേങ്ങ നമ്മൾ വേറൊരു കറിയേക്കും ഉപയോഗിക്കരുത്. ഇത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് തേങ്ങ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പുഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ കൊത്ത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താലും മതിയാവും. അതിലും എണ്ണമീശം ഉണ്ടാവും. അല്ലെങ്കിൽ സവാള ഇട്ടും വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഒരു ചട്ടിയിൽ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഇനി അത് ഒന്ന് തണുക്കുന്നത് വരെ അതിലിരിക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഏകദേശം ചൂട് മാറാറെ ആയിട്ടുണ്ട് കേട്ടോ. ചട്ടിയുടെ അകമൊക്കെ നന്നായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ചട്ടിയിലെയും തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ 3 ചട്ടിയിലെയും തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാ ചട്ടിയിലെയും ഫ്ലെയിമും ഓഫാക്കിയിട്ടുണ്ട്. ഇനി ആറുന്നത് വരെ അതിൽ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള നമ്മുടെ ചട്ടിമയക്കൽ ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എത്ര കാലം വേണമെങ്കിലും ഈട് നിൽക്കും. നമ്മൾ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നത് അനുസരിച്ച് നമ്മുടെ ചട്ടിക്കും ഈട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ വെജിറ്റബിൾ വെക്കുന്നതിന് ഒരു ചട്ടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ നോൺ വെജ് ഉപയോഗിക്കുന്നതിന് ഒരു ചട്ടി ഉപയോഗിക്കുക. മീൻ കറിക്കും വേറൊരു ചട്ടി ഉപയോഗിക്കുക. അങ്ങനെ പ്രത്യേകം നമ്മൾ ചട്ടികൾ ഉപയോഗിച്ചാൽ നമുക്ക് കുറേ കാലം ചട്ടികൾ ഈട് നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മയക്കിയെടുക്കാൻ നോക്കുക. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. എനിക്ക് 10ഉം 15ഉം കൊല്ലമായ ചട്ടികളും ഇതുവരെ ഒരു സ്ക്രാച്ചോ ഒന്നും വീഴാതെ തന്നെ ഇതുപോലെ ഇരിപ്പുണ്ട്. ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് തീ കുറച്ചിട്ടാണ് പാചകം ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇൻസ്റ്റൻ്റായിട്ടും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചട്ടി നന്നായിട്ട് മയക്കിയെടുക്കാം. പക്ഷേ അതിൻ്റെക്കാട്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ച രീതി കേട്ടോ. പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചട്ടി മയക്കി എടുക്കുന്നത് വിറകടുപ്പിൽ വെച്ചോ ഗ്യാസ് അടുപ്പിൽ വെച്ചോ ചെയ്യാം. അത് ചട്ടിയുടെ ഫുൾ ഭാഗം വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് 4-5 സ്പൂണ് തേയില ഇടുക. അത് തേയില വില കുറഞ്ഞ തേയില ആയിരുന്നാലും മതി. എന്നിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക. അരഭാഗം മുതൽ കാൽഭാഗം വരെ വറ്റിച്ചെടുക്കുക. അതാണ് ഇൻസ്റ്റൻ്റായിട്ട് ഉള്ള രീതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത് ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്ക് എല്ലാവർക്കും താങ്ക് യു.